ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കീം 2023 CET ഓരോ കോഴ്സുകൾക്കും ലഭിച്ചിരിക്കുന്ന ലാസ്റ്റ് റാങ്കുകളാണ്. കാറ്റഗറി വൈസ് റാങ്കുകളും നമ്മളിവിടെ നോക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഇയറിലെ 3rd അലോട്ട്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതേപോലെ ആയിരിക്കും ഏകദേശം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാറ്റഗറീസ് പരിചയപ്പെടാം. എസ് എം എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റ് ആണ്, ജനറൽ കാറ്റഗറി. EW എന്ന് ഉദ്ദേശിക്കുന്നത് EWS ആണ്. EZ എന്ന് ഉദ്ദേശിക്കുന്നത് ഈഴവ, MU മുസ്ലിം, BS ബാക്ക്വേർഡ് ഹിന്ദു, LA ലാറ്റിൻ, DV ധീരവ, അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട്. SC ST ഒക്കെ വരുന്നത്. ഇത്രയുമാണ് കാറ്റഗറീസ് വരുന്നത്. KU അങ്ങനെ കുറേ കാറ്റഗറീസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് CET വരുന്ന കോഴ്സുകൾ ഏതെല്ലാം എന്ന് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ഒക്കെയാണ് CET വരുന്ന കോഴ്സുകൾ. SMൻ്റെ ലാസ്റ്റ് റാങ്ക് നമുക്ക് നോക്കാം. CS-ന് 600 റേഞ്ചാണ് വന്നിരിക്കുന്നത്. EC-ക്ക് 800 റേഞ്ചാണ് വന്നിരിക്കുന്നത്. ഇലക്ട്രിക്കലിന് 1.6K ആണ് റേഞ്ച് വന്നിരിക്കുന്നത്. അപ്ലൈഡ് ഇലക്ട്രോണിക്സിന് 2.7K റേഞ്ചാണ് വന്നിരിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിങ്ങിന് 6.7K റേഞ്ചാണ് വന്നിരിക്കുന്നത്. മെക്കാനിക്കലിന് 4K റേഞ്ചാണ് വന്നിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 10K റേഞ്ചാണ് സ്റ്റേറ്റ് മെറിറ്റിന് വന്നിരിക്കുന്നത്. പിന്നെ ആർക്കിടെക്ചറിന് 35. എന്താ വെച്ചാൽ ആർക്കിടെക്ചറിന് കുറച്ച് സീറ്റുകൾ മാത്രമേ ലഭ്യമായുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ EWSൻ്റെ കാണാവുന്നതാണ്. എല്ലാ കാറ്റഗറീസിനെയും നിങ്ങൾക്ക് ഇവിടെ അനലൈസ് ചെയ്യാവുന്നതാണ്. SC STക്കാണ് കൂടുതൽ റാങ്ക് വന്നിരിക്കുന്നത്. STക്ക് കമ്പ്യൂട്ടർ സയൻസ് 28K വരെ പോയിട്ടുണ്ട്. EC 13K വരെ പോയിട്ടുണ്ട്. പിന്നെ സിവിൽ 32, മെക്ക് 40K വരെയൊക്കെ പോയിട്ടുണ്ട്. 32K ആൻഡ് 40 സിവിൽ 32K, മെക്ക് 40K വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കോളേജസിനും നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക.